അങ്ങനെ രാവിലെ തന്നെ ലൈഫ് സ്റ്റോറിയുമായിട്ട് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ്. അങ്ങനെ മോർണിംഗ് ടാസ്കിനിടയിലാണ് അനീഷ് തൻ്റെ ലൈഫ് സ്റ്റോറി പറയാൻ എത്തിയിരിക്കുന്നത്. ആദ്യമൊക്കെ അനീഷ് ലൈഫ് സ്റ്റോറി പറയുന്നത് ഒഴിഞ്ഞു മാറിയെങ്കിലും കണ്ടസ്റ്റൻസ് നിർബന്ധിച്ച പ്രകാരമാണ് അനീഷ് വീണ്ടും തൻ്റെ ലൈഫ് സ്റ്റോറി അവതരിപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. ആദ്യമൊക്കെ അനീഷ് ഒന്ന് ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെ തനിക്ക് ആരോഗ്യം അത്ര നല്ല ആരോഗ്യസ്ഥിതിയില്ല, മാനസികമായും ഹെൽത്തി ആയിട്ടും മെൻ്റലിയും താൻ ഒരുപാട് ടയേർഡാണ് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാതെ മത്സരാർത്ഥികൾ അനീഷിനെ നിർബന്ധിച്ച് തന്നെ ടാസ്ക് പറയിപ്പിക്കാൻ വിട്ടിരിക്കുകയാണ്. അങ്ങനെ മോർണിംഗ് ടാസ്കിൽ അനീഷ് തൻ്റെ ലൈഫ് സ്റ്റോറി അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ മനോഹരമായി തന്നെയാണ് അനീഷ് ലൈഫ് സ്റ്റോറി അവതരിപ്പിച്ചത്. പക്ഷേ അത് കണ്ടസ്റ്റൻസൊക്കെ കൂടി അലമ്പാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും തൻ്റെ അക്കാഡമിക് ജീവിതവും താനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്നും താനൊരു കൃഷിക്കാരനാണ് എന്നൊക്കെ അനീഷ് അവിടെ പറയുന്നുണ്ട്. താൻ ഒരു ബാങ്കറായി വർക്ക് ചെയ്തിട്ടുണ്ടെന്നും അവസാനം അവിടുന്ന് മാറുമ്പോൾ ബാങ്ക് മാനേജറായി തന്നെയാണ് അവിടുന്ന് മാറിയിട്ടുള്ളതെന്നും എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഒരു മികച്ച കരിയർ തന്നെയാണ് അനീഷ് അവിടെ എല്ലാവരുടെയും മുമ്പിൽ പറയുന്നത്. പക്ഷേ അതൊന്നും മത്സരാർത്ഥികളൊന്നും അങ്ങനെ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല. പിന്നെ അഭിലാഷാണ് കൂട്ടത്തിൽ കുറച്ചുകൂടി അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിനെ ഒന്ന് ഒരു കൈ അടിച്ച് പ്രോത്സാഹിപ്പിച്ചതും അഭിലാഷാണ്. അത് അഭിലാഷിൻ്റെ ഒരു ഒരു നല്ല ഗെയിമായിട്ട് തന്നെയാണ് അത് വിലയിരുത്തപ്പെടുന്നത്. പിന്നെ അനീഷ് തന്നെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഏകദേശം ബിഗ് ബോസ് വീട്ടിലെ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ തന്നെയാണ് അനീഷ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. തൻ്റെ കരിയറിൻ്റെ മികച്ച രീതിയിലുള്ള തൻ്റെ പ്രവർത്തനങ്ങളും തനിക്ക് കുറേ അധികം ഭാഷകൾ അറിയാമെന്നും ഒക്കെ അനീഷ് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ അനീഷ് പറയുന്നതൊക്കെ തടസ്സപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ട് മത്സരാർത്ഥികൾ. എങ്കിലും അനീഷ് അതൊന്നും കാര്യമാക്കാറില്ല. അനീഷിനെ കുറിച്ച് അറിയാമല്ലോ, എന്തെങ്കിലും കാര്യം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അതിനകത്ത് ഉറച്ചു നിന്നങ്ങ് പറയുകയും അങ്ങനെ അതിൽ നിന്ന് അധികം വലിയ വ്യത്യാസങ്ങളില്ലാതെ തന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു മികച്ച മത്സരാർത്ഥിയാണ് അനീഷ്.